ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ രാത്രിയിൽ അച്ചുവും രുക്കുവും പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവരെയും കാത്തുകൊണ്ടിരിക്കുകയാണ് അർച്ചന. അച്ചുവും രുക്കുവും വീട്ടിലെത്തുന്നതും അർച്ചനയുടെ വണ്ടി കാണുന്നുണ്ട്. അച്ചു അപ്പൊ പേടിയോടെ രുക്കുവിനോട് പറയുന്നുണ്ട്, എടി ചേച്ചി വന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചേച്ചിയോട് പറയുമെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ഒന്നും മിണ്ടാതിരുന്നാൽ മതിയെന്ന് പറയാണ്. അങ്ങനെ അവരകത്തേക്ക് പോവുകയാണ്. അർച്ചന എന്നിട്ട് അച്ചുവിനോടും രുക്കുവിനോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെ പോയതാണെന്ന്. അച്ചു പറയാൻ തുടങ്ങുമ്പോഴേക്കും രുക്കു അച്ചുവിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ടേ, അതെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയതാ ചേച്ചി എന്ന് രുക്കു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്നൊക്കെ. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അതൊരു കുടുംബ കലഹത്തിന്റെ സിനിമയായിരുന്നു, എങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് വീടുകളിൽ കാണുന്ന സംഭവങ്ങളെല്ലാമാണ് ആ സിനിമയിൽ കാണിച്ചതെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സിനിമയെ സിനിമ പോലെ കണ്ടാൽ മതി, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കണ്ട എന്ന് പറയാണ്. രുക്കു അപ്പൊ ചിരിച്ചുകൊണ്ട് അച്ചു വായു അകത്തേക്ക് പോവാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ അർച്ചന രുക്കുവിനോട്, ഒന്ന് നിൽക്ക്, ഞാൻ നിന്നോട് സാക്ഷിമൊഴിയിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞിരുന്നു, ഒപ്പിട്ടെങ്കിൽ അതങ്ങ് എടുത്തിട്ട് വായു എന്ന് പറയാണ്. അത് നാളെ കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ്, അതിലുള്ളതെല്ലാം രുക്കു വായിച്ചു നോക്കിയല്ലോ അല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഞാനത് വായിച്ചില്ല ചേച്ചി, എനിക്കത് വായിക്കാൻ സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞ് രുക്കു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അകത്തേക്ക് പോവുകയാണ്. അച്ചുവും പോവാൻ നിൽക്കുമ്പോൾ അർച്ചന അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു അവളെന്താ അത് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എനിക്കറിയില്ല ചേച്ചി, ഞാൻ എന്തായാലും അവളോട് ചോദിക്കാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിന്റെ ഏട്ടൻ നിരപരാധിയാണെന്ന് നിനക്കറിയാലോ, ആ പാവത്തിനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കേണ്ടത് നിന്റെ കൂടി ചുമതലയാണ്, അത് നീ മറക്കരുത്, രുക്കുവിന്റെ സാക്ഷിമൊഴി എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം, നീ അത് പോയി അവളിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുപോയോ എന്ന് അർച്ചന പറയുമ്പോൾ അച്ചു, ശരി ചേച്ചി, ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അച്ചു എന്നിട്ട് രുക്കുവിനോട് വന്ന് പറയുന്നുണ്ട്, രുക്കു ചേച്ചി അത് ചോദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഞാൻ അത് വായിച്ചിട്ടില്ല എന്ന് ചേച്ചിയോട് പറഞ്ഞതല്ലേ, പിന്നെയും അവരെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, എടി അത് വായിച്ചു നോക്കിയിട്ട് ഇപ്പൊ തന്നെ സൈൻ ചെയ്ത് കൊടുക്കാനാണ് ചേച്ചി പറയുന്നത്, നീ അത് കീറിക്കളഞ്ഞതാണെന്ന് ഞാൻ എങ്ങനെ ചേച്ചിയോട് പറയുമെന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഞാനത് കീറിക്കളഞ്ഞതോടെ നിനക്കതിന്റെ ഉത്തരം കിട്ടിയില്ലേ, ഒരു കാരണവശാലും ഞാനത് ഒപ്പിട്ട് കൊടുക്കില്ല, വീണ്ടും ചേച്ചി അത് തന്നെ ചെയ്താൽ ഞാനത് കീറിക്കളയുമെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അത് പ്രശ്നാവില്ലേ, നിനക്കും ചേച്ചിക്കും ഇടയിൽ ഞാനാണ് പ്രശ്നമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നിനക്ക് നിന്റെ ചേച്ചിയോടും ഏട്ടന്മാരോടും ഉള്ള ഉത്തരവാദിത്തം പോലെ എനിക്കും എന്റെ വീട്ടുകാരോടും ഉത്തരവാദിത്തങ്ങളുണ്ട്, അയാൾ എന്നെ തല്ലിയില്ലേ, അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്, അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിയോ, അയാളെ എല്ലാവരും കൂടി വെള്ളപൂശയല്ലേ, സ്വന്തം ഭാര്യയെ തല്ലുന്നത് നോക്കി നീ നിന്നില്ലേ, എന്റെ ഭർത്താവ് ഇങ്ങനൊരുത്തനായി പോയല്ലോ എന്നൊക്കെ രുക്കു അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്താ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അർച്ചന എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് രുക്കുവിന്റെ പ്രശ്നം, ആ സാക്ഷിമൊഴി ഒപ്പിട്ട് തരുന്നതിൽ രുക്കുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അത് വായിച്ചു നോക്കിയില്ലെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ശരി, നീ അത് വായിച്ചു നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിങ്ങ് എടുത്തിട്ട് വായോ, ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാമെന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി ആ പേപ്പർ ഞാൻ എവിടെ വെച്ചത് എന്ന് എനിക്കൊരു ഓർമ്മയുമില്ല എന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, നിനക്ക് നല്ല ഓർമ്മ വരുമ്പോ ആ ഫോം എടുത്തിട്ട് വായോ, ആ സാക്ഷിമൊഴിയിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാനാവില്ല, എന്റെ അനിയന്റെ ഭാര്യയായി നീ ഇവിടെ ജീവിക്കണമെങ്കിൽ നീ ആ സാക്ഷിമൊഴിയിൽ ഒപ്പിട്ട് തന്നേ പറ്റൂ, നാളെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കത് കിട്ടണം, അച്ചു നിന്നോടുകൂടിയാണ് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോകുന്നുണ്ട്. രുക്കു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രകാന്തത്തിലെ സന്തതി ആ സാക്ഷിമൊഴിയിൽ ഒപ്പിടുമെന്ന് അമ്പാട്ട അർച്ചന വിചാരിക്കു പോലും വേണ്ട എന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, രുക്കു ഇത് പാകൊരു ടെൻഷനായല്ലോ എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ എനിക്കൊരു ടെൻഷനുമില്ല, കാരണം എനിക്ക് തക്കതായ മറുപടിയുണ്ട്, നിനക്കല്ലേ നിന്റെ ചേച്ചിയെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്നത്, അതുകൊണ്ടാണ് നിനക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഞാനാണല്ലോ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നത്, നാളെ ചേച്ചി ഓഫീസിലേക്ക് പോകുമ്പോൾ അത് ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി എന്ന് അച്ചു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ആ അതൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആവാൻ പോവുകയാണെന്ന് പറഞ്ഞ് രുക്കു അവിടെ നിന്നും പോവുകയാണ്. അച്ചു ആണെങ്കിൽ അവിടെ അങ്ങനെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നീ കുളിച്ച് സുന്ദരിയായി ഉറങ്ങിക്കോ, എന്റെ സമാധാനമാണല്ലോ പോയത് എന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെ അനന്തനും മോഹനും അച്ചുവും എല്ലാവരും തന്നെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അച്ചു ആണെങ്കിൽ ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. അർച്ചന പോകുമ്പോൾ ആ പേപ്പർ കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചാണ് അച്ചുവിനാകെ പേടി. അർച്ചനയും ചിന്നുവും കൂടി പോവാനായിട്ട് വരികയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രമ്യയും രുക്കുവും മഞ്ജുവും എല്ലാവരും വരുന്നുണ്ട്. അർച്ചന അപ്പോ അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു ആ പേപ്പർ ഇവിടെ എടുത്തിട്ട് വായോ, ഞാൻ പോകുമ്പോൾ അതെനിക്ക് തരണമെന്ന് പറഞ്ഞതല്ലേ, അത് പോയി എടുത്തിട്ട് വായോ എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അത് നടക്കില്ല ചേച്ചി, ഞാൻ
ചേച്ചി തന്ന ആ പേപ്പർ കീറിക്കളഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ട് അർച്ചനയും എല്ലാവരും ആകെ ഷോക്കാവുന്നുണ്ട്. എന്റെ വീട്ടുകാരെ കുഴപ്പത്തിലാക്കാൻ ഞാൻ അതിൽ ഒപ്പിട്ട് തരില്ല, അതുകൊണ്ടാണ് ഞാൻ കീറിക്കളഞ്ഞതെന്ന് പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, അർച്ചന ചേച്ചി അടുത്തൊരു ഫോം തരും, അതിൽ നീ ഒപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട, എന്റെ വീട്ടുകാരെ കുഴപ്പത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രുക്കു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് നിന്റെ ഭർത്താവിന്റെ ഏട്ടനെ കുഴപ്പത്തിലാക്കാൻ നിനക്ക് പ്രശ്നമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ലെന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് നിന്നിൽ നിന്നും ഞാൻ ഇങ്ങനെയൊരു മറുപടിയല്ല പ്രതീക്ഷിച്ചത്, ഒരുത്തന്റെ ഭാര്യയായി വരുമ്പോ ആ വീടിനെ സ്വന്തം വീടായിട്ടാണ് കരുതേണ്ടത്, ആ വീട്ടിലുള്ളവരെ എല്ലാവരെയും സ്വന്തം രക്തബന്ധത്തെ പോലെ കാണാൻ കഴിയണമെന്നൊക്കെ പറയുമ്പോ രുക്കു പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് എനിക്ക് എന്റെ വീട്ടുകാരെ ചതിക്കാൻ പറ്റുമോ, എന്റെ വീട്ടുകാര് ഇവരെ ചതിച്ചോ അല്ലേ അത് എന്റെ വിഷയമല്ല, എനിക്കത് അറിയേണ്ട ആവശ്യവുമില്ല, എന്നെയും അച്ചുവിനെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ന് രുക്കു പറയുമ്പോ അർച്ചന മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ അതാണ് നിന്റെ ഉദ്ദേശം, അതെന്തായാലും നടക്കില്ലെന്ന് അർച്ചന അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട് ഓ ഇങ്ങനെ ഒരുത്തിയാണല്ലോ നിന്റെ തലയിൽ വന്ന് വീണതെന്ന്. അനന്തനപ്പ പറയാണ് ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ എന്തു പറഞ്ഞാലും അത് അനുസരിച്ചിരിക്കും, അല്ലാതെ ഇവളെ പോലെയല്ല, എന്തേ നീ പറഞ്ഞ ഇവൾ കേൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട് അതിന് ഇവള് എന്ത് വിലയാണ് ഇവനിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പോൾ അച്ചുവിനോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞമ്മാവ രുക്കു ആന്റിയോട് ഒപ്പിട്ട് തരാൻ പറഞ്ഞത് രുക്കു ആന്റിക്കും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയല്ലേ, പിന്നെന്താണ് ഒപ്പിട്ട് കൊടുക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് അച്ചു രുക്കു അവളുടെ തീരുമാനം പറഞ്ഞു, ഇനിയിപ്പോ ഇക്കാര്യത്തിൽ നിനക്കെന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ തന്നെ രുക്കു തലേദിവസം രാത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. ആത്മഹത്യ ചിന്ത രുക്കുവിന് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ ഉണ്ടെന്ന് പറഞ്ഞതെല്ലാം അച്ചു അങ്ങനെ ഓർക്കുകയാണ്. അതിനുശേഷം അച്ചു മറുപടി പറയുന്നുണ്ട് രുക്കു അതിന് തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളെ നിർബന്ധിക്കുന്നത്, ചേച്ചി രുക്കു പറഞ്ഞതിൽ എന്താണ് തെറ്റ്, ഈ കാര്യത്തിൽ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെന്തിനാണ് അവളെ സാക്ഷിയാക്കുന്നത്, ഈ കാര്യത്തിൽ എനിക്ക് രുക്കുവിന്റെ സൈഡ് നിൽക്കാനേ കഴിയൂ എന്ന് അച്ചു പറയാണ്. അർച്ചനയാണെങ്കിൽ അത് കേട്ട് ആകെ തകർന്നങ്ങനെ നിൽക്കുകയാണ്. രമ്യപ്പ പറയുന്നുണ്ട് അച്ചുവിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു മറുപടി പ്രതീക്ഷിച്ചില്ലെന്ന്. അച്ചു അപ്പ പറയുന്നുണ്ട് എന്റെ ഭാര്യയുടെ കൂടെ ഞാനെങ്കിലും നിൽക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അച്ചു തന്റെ സൈഡിൽ നിന്നതിൽ രുക്കുവിനാണെങ്കിൽ ആകെ ഒരു സന്തോഷമുണ്ട്. വീണ്ടും അച്ചു അർച്ചനയോട് ചോദിക്കുന്നുണ്ട് ഇവൾക്ക് ഞാനല്ലാതെ വേറെ ആരാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട് നീ എന്നാലും ഇങ്ങനൊരു പെൺകോന്തനായി പോയല്ലോടാ എന്ന്. ഇത് കേട്ട് അച്ചുവിന് ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട് ഏട്ടാ വെറുതെ അനാവശ്യം പറയരുതെന്ന് പറയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ, ഇതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് അർച്ചന പറയുമ്പോ രുക്കു പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാനും അച്ചു ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറയാണ്. അർച്ചന അപ്പോ അച്ചുവിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യ കുറെ നേരമായിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന കാര്യം പറയുന്നുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിൽ വെച്ചിരുന്നാൽ മതി, മുകുന്ദനെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സഹായിക്കണ്ട, അതിന്റെ പേരിൽ ആരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നും വേണ്ട, ആരെയും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല, അതിനുവേണ്ടിയല്ലോ നമ്മൾ ഇത്ര ഒത്തൊരുമയോടെ ഇവിടെ കഴിയുന്നത്, വാക്കിലും പ്രവൃത്തിയിലും എല്ലാവർക്കും ആ ചിന്തയുണ്ടാവണം, ഒറ്റക്കെട്ടായി നിൽക്കണം, നമ്മളെ പിരിക്കാൻ വേണ്ടി ചുറ്റിലും കുറെ പേരുണ്ടാവും, എന്റെ അനിയന്മാർ ആ വലയിൽ വീഴരുതെന്ന് പറയുമ്പോൾ രുക്കു ആകെ പേടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അർച്ചനയും ചിന്നുവും പോകുന്നുണ്ട്. അനന്തനും മൂന്തനും അച്ചും എല്ലാവരും തന്നെ അകത്തേക്ക് പോവുകയാണ്. രുക്കു ആണെങ്കിൽ തന്റെ ഈ പ്ലാനും ചീറ്റിപ്പോയല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അർച്ചനയും ചിന്നുവും സ്കൂട്ടിയിൽ അങ്ങനെ പോകുന്ന സമയത്ത് ബാക്കിൽ ഒരു കാറ് വരികയാണ്. ജെകെ അന്വേഷിച്ച് ഹോട്ടൽ റൂമിലെത്തിയ മധുബാല എന്ന സ്ത്രീ തന്നെയാണ് ആ കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നിലൂടെ വന്ന് അർച്ചനയും ചിന്നുവിനെയും ആ കാർ ഇടിക്കുന്നുണ്ട്. കാർ ഇടിച്ച അതേ സ്പോട്ടിൽ തന്നെ അർച്ചനയും ചിന്നുവും അവിടെ വീഴുകയാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ മധുബാലയാണെങ്കിൽ രാവിലെ തന്നെ ഓരോന്ന് ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞ് അർച്ചനയ്ക്കും ചിന്നുവിനും എന്തു പറ്റിയെന്ന് പോലും നോക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും അവിടെ ആളുകളെല്ലാം കൂടി അർച്ചനയും ചിന്നുവിനെയും എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പിന്നീട് ചിന്നുവിനെ നോക്കുകയാണ് അർച്ചന. ചിന്നുവിന്റെ കയ്യിൽ ചെറിയൊരു മുറിയായിട്ടുണ്ട്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട് കോളേജിലേക്ക് പോകുന്ന വഴി ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് പോയിക്കോളൂ എന്ന് പറയാണ്. പിന്നീട് വണ്ടി എടുത്തുകൊണ്ട് അർച്ചനയും ചിന്നുവും പോകുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് വീണ്ടും ആ കാറ് കാണുന്നത്. ചിന്നു എന്നിട്ട് അർച്ചനയ്ക്ക് ആ കാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മേ ഇതാണ് നമ്മളെ ഇടിച്ചിട്ടിട്ട് പോയ ആ കാറെന്ന് പറയാണ്.
അർച്ചന എന്നിട്ട് വണ്ടി നിർത്തിക്കൊണ്ട് ആ കാറിന്റെ അടുത്ത് പോയി നോക്കുന്നുണ്ട്. അവിടെയൊന്നും ആരെയും കാണാതെ വരുമ്പോൾ കരിക്ക് വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ പോയിട്ട് അർച്ചന ചോദിക്കുകയാണ്, ചേട്ടാ ഈ കാറിന്റെ ഓണർ ആരാണെന്ന് ചോദിക്കുകയാണ് മധുബാല. അപ്പൊ അവിടെ കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മധുബാല പറയുന്നുണ്ട്, എന്റെ കാറാണത്, എന്താണെന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, വണ്ടി ഇടിച്ചിട്ട് നിങ്ങൾ നിർത്താതെ പോയല്ലോ, ഇതാണോ നിങ്ങളുടെ മര്യാദ, എന്താന്ന് പോലും ഒന്ന് അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ അർച്ചനയും ചിന്നുവും മധുബാലയോട് ദേഷ്യപ്പെടുകയാണ്. മധുബാല അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾക്കത് മര്യാദകേടായിരിക്കും, പക്ഷെ അതെന്റെ സ്കെയിലാണ്, എനിക്കതിലൊരു തെറ്റും തോന്നിയില്ലെന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞിട്ടേ ഇവിടുന്ന് പോവാനായി കഴിയൂ, അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാൻ കഴിയില്ലെന്ന് അർച്ചന പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ വണ്ടി തട്ടിയിട്ട് ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പോ ചിന്നുവിന്റെ കൈ മുറിഞ്ഞത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് മധുബാല പറയുന്നുണ്ട്, വണ്ടികളാവുമ്പോൾ തട്ടും മുട്ടും ചിലപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്നിരിക്കും, ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ, ഈ 2 വീലർ സേഫ് അല്ല, നിങ്ങൾ നാളെ മുതൽ കാർ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കെ, മര്യാദ കേട് കാണിച്ചിട്ട് നിന്ന് പരിഹസിക്കണോ, നേരെ ചൊവ്വെ വണ്ടി ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പൊതുനിരത്ത് കൂടെ ഇറക്കരുത് എന്നെല്ലാം അർച്ചന പറയുമ്പോ മധുബാല പറയുന്നുണ്ട്, എന്നെ വാൺ ചെയ്യാൻ നീ ആരാണ്, നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക എന്ന് പറയാണ്. ചിന്നു അപ്പ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കേസ് കൊടുക്കുന്ന കാര്യം പറയുന്നത്, എന്റെ അമ്മ ഒരു വക്കീലാണെന്ന് പറയാണ്. അർച്ചനയും അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് ഈ ചെറിയ കാര്യത്തിനൊന്നും കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഞങ്ങളോട് ക്ഷമ ചോദിച്ചാൽ മതിയെന്ന് പറയാണ്. ഞാൻ എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിലേക്ക് വായോ, നിന്റെ അമ്മ ഒരു വക്കീലാണെങ്കിൽ എന്റെ അച്ഛൻ ജഡ്ജിയാണ്, ബാക്കിയെല്ലാം നമുക്ക് അവിടെ വെച്ച് നോക്കാം, എന്റെ ഡിക്ഷണറിയിൽ ക്ഷമ എന്നൊരു വാക്കില്ലെന്ന് മധുബാല പറയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, അന്തസ്സുള്ളവരാണെങ്കിൽ ക്ഷമ പറയും, അതില്ലാത്തവരാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോ മധുബാലയ്ക്ക് ദേഷ്യം വന്ന് അർച്ചനയെ അടിക്കാനായി പോവുകയാണ്. അർച്ചന അപ്പൊ തന്നെ മധുബാലയുടെ കൈ പിടിക്കുന്നുണ്ട്. ജഡ്ജിയുടെ മകളാണെന്ന് കരുതി റോഡിലിറങ്ങി എന്ത് അഭ്യാസവും കാണിക്കാമെന്ന് കരുതണ്ട എന്ന് അർച്ചന പറയുമ്പോ അതുവഴി ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. അയാൾ എന്നിട്ട് മധുബാലയോട് പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്തതല്ലേ, നിങ്ങൾക്ക് ഈ കുട്ടിയൊന്ന് ഹോസ്പിറ്റലിലേക്കെങ്കിലും കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇവരെന്റെ മോളെ എങ്ങോട്ടും കൊണ്ടുപോവണ്ട, അല്പം മനുഷ്യത്വം കാണിച്ചാൽ മതി, അല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഇവരിഞ്ഞു പോയിക്കോട്ടെ എന്ന് പറയാണ്. മധുബാല അപ്പോ ദേഷ്യം വന്നുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് അർച്ചനയും ചിന്നുവും പോവുകയാണ്. അതിനുശേഷം രുക്കു ചന്ദ്രയെ ഫോണിൽ വിളിക്കുന്നുണ്ട്, ചേച്ചി ഞാനിവിടെ നിൽക്കുന്നില്ല, എനിക്ക് ഇനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, എനിക്കിവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വന്നോ, പക്ഷെ ഒറ്റയ്ക്ക് വരരുത്, അച്ചുവും കൂടെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അവൻ വരുമെന്ന് തോന്നുന്നില്ല, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അച്ചു നമ്മുടെ വഴിക്ക് സെറ്റ് ആവുന്നില്ല, ചേച്ചിക്കും ഏട്ടന്മാർക്കും വേണ്ടി അവൻ മരിക്കും, അതാണ് അവസ്ഥ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ അവനെ വിട്ട് കളയരുത്, എങ്ങനെയെങ്കിലും അവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെന്ന് പറയാണ്. രുക്കു അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാണ്, ആ സാക്ഷിമൊഴി ഒപ്പിടാത്തതിന്റെ പേരിൽ എന്നെയും അച്ചുവിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് കരുതി, പക്ഷേ അർച്ചന ചേച്ചിക്ക് എന്റെ ഉദ്ദേശം മനസ്സിലായി, ഇപ്പോ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട സപ്പോർട്ടാണെന്ന് രുക്കു പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.